സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ 50% വെട്ടിച്ചുരുക്കിയത്. ഈ മാസം 15-ന് അത് സംബന്ധിച്ച ഉത്തരവ് പൊതുഭരണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുമുണ്ട്. സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പല മേഖലകളിലും അത് പ്രതിഫലിക്കുന്നുമുണ്ട്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്ലാൻ ബിയുടെ ഭാഗമായാണ് സ്കോളർഷിപ്പുകളിൽ ഈ വെട്ടിക്കുറവ് നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്നാൽ ഈ ശ്രമങ്ങൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇവിടെ ചോദ്യചിഹ്നമായി മാറുന്നത്. ഏതൊക്കെ സ്കോളർഷിപ്പുകളിലാണ് ഈ വെട്ടിച്ചുരുക്കൽ വന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഏറ്റവും പ്രധാനം ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് തന്നെയാണ്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നാണ്. നേരത്തെ ഈ സ്കോളർഷിപ്പിനായി അനുവദിച്ചിരുന്നത് 5.24 കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറച്ച് 2.62 കോടി രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. അടുത്തതേതാണെന്ന് പരിശോധിക്കാം. മദർ തെരേസ സ്കോളർഷിപ്പ്. സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ, സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്നതാണ് മദർ തെരേസ സ്കോളർഷിപ്പ്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗക്കാർക്കും അതുപോലെ സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും 15,000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് മദർ തെരേസ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുമായിരുന്നത്. മുൻപ് അത് 67.52 ലക്ഷം രൂപയായിരുന്നു ഈ മദർ തെരേസ സ്കോളർഷിപ്പിനായി നീക്കിയിരുത്തിയിരുന്ന തുക എന്ന് പറയുന്നത്. എന്നാൽ അത് ഇപ്പോൾ 33.76 ലക്ഷം രൂപയാക്കി കുറച്ചിരിക്കുകയാണ് സർക്കാർ. മൂന്നാമത്തേത് എന്താണെന്ന് നോക്കാം. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യാനുപാതികമായി നൽകുന്ന സ്കോളർഷിപ്പാണ് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. 6,000 രൂപയാണ് ഈ സ്കോളർഷിപ്പിന്റെ തുക എന്ന് പറയുന്നത്. മുൻപ് നോക്കുകയാണെങ്കിൽ 82 ലക്ഷം രൂപയായിരുന്നു ഈ സ്കോളർഷിപ്പിനായി നീക്കിവച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് നേരെ പകുതി, അതായത് 41 ലക്ഷമായാണ് കുറച്ചിരിക്കുന്നത്. പിന്നെ CA, ICWA, CS ആ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ നേരത്തെ അത് 57.75 ലക്ഷം രൂപയായിരുന്നു ഇവയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതും പകുതിയിലധികമായി കുറച്ചിട്ടുണ്ട്. 28.88 ലക്ഷമായാണ് അതിന്റെ തുക കുറച്ചിരിക്കുന്നത്. ITT, IIM കോഴ്സുകളിലേക്കുള്ള സ്കോളർഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ നേരത്തെ അത് 20 ലക്ഷം രൂപയാണ് വിദ്യാർത്ഥികൾക്കായി, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇതും നേർപകുതിയായാണ് കുറച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപയായിരിക്കും ഇനി മുതൽ സ്കോളർഷിപ്പിന് തുകയായി മാറ്റിയിരുത്തുക. മറ്റൊന്ന് UGC നെറ്റ് കോച്ചിങ്ങിനായി ഉള്ള തുകയാണ്. അത് നോക്കുകയാണെങ്കിൽ നേരത്തെ 19.18 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പകുതിയായി കുറച്ചിരിക്കുന്നു. 9.59 ലക്ഷം രൂപയാക്കി കുറച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിദേശ സ്കോളർഷിപ്പ് തന്നെയാണ്. നമുക്കറിയാം, നിരവധി വിദ്യാർത്ഥികൾ ഈ വിദേശ സ്കോളർഷിപ്പ് ഉപയോഗിച്ച് വിദേശങ്ങളിൽ പഠിക്കുന്നുണ്ട്. അതിന് വലിയൊരു തിരിച്ചടി ഈ ഒരു തീരുമാനം വരുന്നതോടുകൂടി ഉണ്ടാകുന്നതായിരിക്കും. നേരത്തെ 1.7 കോടി രൂപയായിരുന്നു ഈ വിദേശ സ്കോളർഷിപ്പിനായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ചിരിക്കുകയാണ്. 85 ലക്ഷം രൂപ മാത്രമാക്കി കുറച്ചിരിക്കുന്ന തീരുമാനം സർക്കാരിൽ നിന്ന് വരുന്നു. മറ്റൊന്ന് ഈ സിവിൽ സർവീസ് ഫീ റീഇംബേഴ്സ്മെന്റ് ആണ്. സിവിൽ സർവീസിനായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നൽകുന്ന സ്കോളർഷിപ്പാണ്. ഇത് നേരത്തെ 20 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 10 ലക്ഷം രൂപയാക്കി നേരെ പകുതിയായി കുറച്ചിരിക്കുകയാണ്. ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിലാണ് ധനവകുപ്പ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അർഹമായ ഈ ആനുകൂല്യം വെട്ടിക്കുറച്ചതും തടഞ്ഞുവെച്ചിരിക്കുന്നതും. ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിരവധി വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വലിയ ആശ്വാസമാകേണ്ട സ്കോളർഷിപ്പുകളാണ് ഇങ്ങനെ ഈ ഒരു തീരുമാനം വരുന്നതോടുകൂടി മുടങ്ങാൻ പോകുന്നത്. അങ്ങനെ അത് മുടങ്ങിയെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് തുക വെട്ടിക്കുറച്ചതായിട്ടുള്ള ഉത്തരവ് കൂടി പുറത്തിറങ്ങിയിരിക്കുന്നത്. വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. അസ്ലം, ഈ അംഗീകരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പോലും സ്കോളർഷിപ്പ് ലഭിക്കാത്ത ഈ അവസ്ഥ, ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കില്ലേ? സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പ് അടക്കമുള്ള 9 പദ്ധതികളുടെ ഫണ്ടാണ് 50% വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചത്. ഇതിൽ മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങി എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുൾപ്പെട്ട അല്ലെ വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ടാണ് വെട്ടിക്കുറയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും
ഈ നിലവിൽ തന്നെ ഇതിൻ്റെ പദ്ധതി നിർവഹണം തന്നെ 3% താഴെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫണ്ട് 50% വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, അതായത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന, അപേക്ഷ വിളിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും പണം കിട്ടാത്തൊരു സാഹചര്യം വരും. ഇത് പ്രതീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, വിദേശത്ത് പഠനത്തിന് പോയ വിദ്യാർത്ഥികളുണ്ട്, വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇതിൽ അപേക്ഷിച്ച് എലിജിബിളായ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെയും വളരെയധികം ബുദ്ധിമുട്ടിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് വലിയ തോതിൽ പ്രതിഷേധം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ഇതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ, മെറിറ്റ് സ്കോളർഷിപ്പുകൾ കൈവയ്ക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നു, ഇതിൽ ഒരു വെട്ടിക്കുറയ്ക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ചുള്ള പ്രയോറിറ്റിയിൽ എങ്ങനെയാണ് ഇത് വന്നു എന്നുള്ള ചോദ്യം വന്നു. സ്വാഭാവികമായും ന്യൂനപക്ഷ വകുപ്പ് ആയതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ സമ്മർദ്ദം ധനവകുപ്പിൽ ചെലുത്തിയിട്ടുണ്ടോ? കാരണം വിദ്യാർത്ഥികളുടെ സഹായ പദ്ധതികൾ അല്ലാതെ മറ്റ് പദ്ധതികളിൽ വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് പോവാതെ ഈ പദ്ധതികളിലേക്ക് പോകുന്നത് സംബന്ധിച്ച് പോകാതിരിക്കാൻ, ഈ സ്കോളർഷിപ്പുകൾ കുറയാതിരിക്കാൻ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയിലേക്ക് വരും. പ്രത്യേകിച്ച് നമുക്കറിയാം, ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സമീപനങ്ങളെ വലിയ തോതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ പല തോതിൽ വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് CPM പെരുമാറുന്നുള്ള വിമർശനങ്ങൾ പല സംഘടനകളുടെ ഭാഗത്തും ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ ഒരുമിച്ച് വായിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചുണ്ട്. എന്നാലും ഇത് സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ വിശദീകരണം വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല സംഘടനകളും സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങൾ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച സർക്കാർ നടപടി വ്യാപകമായ ചർച്ചയായിട്ടുണ്ട്. അതിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വരികയും ചെയ്യും. അസ്ലമി സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് സംസ്ഥാനത്ത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണോ അല്ലെങ്കിൽ പരിഹാര മാർഗത്തിലേക്കാണോ പോകേണ്ടത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികൾക്ക് അർഹമായ ആനുകൂല്യം വെട്ടിക്കുറക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച്, അവരുടെ ഭാവിയെ സംബന്ധിച്ച് അത് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ ആശ്വാസമാകേണ്ട സ്കോളർഷിപ്പുകളാണ് നിലവിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 9 പോയിന്റുകളും അല്ലെങ്കിൽ 9 സ്കോളർഷിപ്പുകളും. ഈ പണം അല്ലെങ്കിൽ തുക വെട്ടിക്കുറച്ചിരിക്കുന്ന 9 ഇടങ്ങളിലും ഇത്തരത്തിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമാകുന്ന കാര്യങ്ങളായിരുന്നു ഈ സ്കോളർഷിപ്പ് തുകയിലൂടെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. അത് ഇത്തരത്തിൽ 50% വെട്ടിക്കുറക്കുന്നതിലൂടെ അവരുടെ വിദ്യാഭ്യാസ ഭാവി കൂടി പ്രതിസന്ധിയിലാവുകയാണ് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. തീർച്ചയായും ഇത്തരത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കാത്ത അവസ്ഥ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.